വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങാണ്. അങ്ങനെ മീൻ പിടിക്കാൻ അവിടെ നമ്മൾ കൊട്ടാരക്കോത്ത് വന്നതാണ്. ഇവിടെ അളിയനും ബാക്കി ടീംസും ഉണ്ട്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കോംബോ മീൻ പിടിക്കാൻ പോവാണ്. ഇവിടെ അതിന് മുന്നിൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണ്. ഏകദേശം നമ്മള് പുഴയിലേക്ക് എത്തി. അങ്ങോട്ടല്ല ഇങ്ങോട്ട്, ഇതാണ് വഴി. അങ്ങനെ നമ്മൾ പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോനെ ഫുൾ പ്ലാസ്റ്റിക് ആണല്ലോ ഇവിടെ. കൈ വന്ന് കാണിക്ക്. ലോഡ് അവിടെ ഒരു വല വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തൂടെ പോണല്ലേ, ഫുൾ പ്ലാസ്റ്റിക്. നമ്മൾ അലിയൻ അവിടെ ഉണ്ട്. സൈഡ് കൂടെ പോവാ. മൊത്തത്തില് അടിപൊളി പ്ലേസ് ആണ് ഇവിടെ. പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഉണ്ട്. അളിയനുണ്ട് അവിടെ, നേരെ ഇപ്പുറത്ത് കുഞ്ഞുണ്ട്. മീൻപിടുത്തക്കാര് ഇല്ലേ, 9 മീൻപിടുത്തക്കാരാ. എന്തോ കിട്ടിക്കോ, നല്ലത് കിട്ടിയായിരുന്നോ? എന്തോ കിട്ടിയോ? ലുക്കൊക്കെ മാറിക്കുന്നല്ലേ മൊത്തത്തില്. കമ്മലൊക്കെ കുത്തി ഫുള്ള് വെറൈറ്റി. എറിയ നോക്കട്ടെ. അളിയാ അളിയാ, ഇങ്ങ കിട്ടൂല. ഞാൻ വന്നു കഴിഞ്ഞ് കിട്ടൂല. എറിഞ്ഞോ നോക്കട്ടെ. കിട്ടിയോ? കിട്ടൂല. കിട്ടൂല കിട്ടൂല. ഈലെന്തോ കിട്ടോ കട? ഈലുണ്ടാവോ? കുടുങ്ങിയോ? ഞാൻ വന്നാ കുടുങ്ങോ? കുടിക്കതാ. വല കുടുങ്ങിക്ക് നല്ല വൃത്തിയായിട്ട്. കത്തി, ബക്കറ്റ് കാര്യമല്ല. അത് പെല്ലറ്റ് ഒക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ചൂണ്ടലെറ്റാക്കുണ്ട്. അല്ലെ കുത്തനെടുക്കണോ? വീഡിയോ തിരിച്ചെടുക്കണോ? ഞാൻ എടുത്തിരല്ലോ. എന്നാ അയ്മലും കൂടെ പോരുവോ? എന്തിനു വന്നു ചോദിക്കുന്നില്ല, എന്തിനു വന്നും ചോദിക്കില്ല. അപ്പൊ പോണേന്നില്ലേ? ഏടാ കുടുങ്ങി? ഒന്നാമത്തെ ഫസ്റ്റ് ഇയറിൽ തന്നെ കുടിക്കുന്നത് ഞാൻ. ഫസ്റ്റ് ഇയറിൽ എന്റെ കാല് കുത്തി. സാധാരണ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അണിയന് മീൻ കിട്ടൂല. ചക്കര ഇവിടെ ഉണ്ട്. ഇല്ല ബ്രാഗിക്കൊണ്ടാണ് വല എടുക്കാൻ പോണത്. എനിക്ക് മുങ്ങേണ്ടി ഒരു മിക്കവാറും ആണ്, എല്ലാടെ കിട്ടൂല. ഫുൾ സെറ്റപ്പ്. മുങ്ങിയിട്, എന്തായാലും മുങ്ങിയിട്. പോരി. അതിലെന്തോ ഉണ്ടോ? ചെയ്യാൻ പറ്റാ. എടാ തുറക്ക് നോക്കട്ടെ. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് മീൻ പിടിക്കാൻ. ആദ്യത്തെ സ്ഥലത്ത് മീനൊന്നും കിട്ടിയില്ല. ബക്കറ്റ് ഉണ്ട് കയ്യില്. ഞാനും അളിയനും ഒരു എണ്ണം കെട്ട കോമ്പോ ആയ കൊണ്ട് ഞാൻ കുഞ്ഞിന്റെ അപ്പുറം പോയക്കട്ടെ, അവനെന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ഏടാ കുഞ്ഞു പറയുന്നേ? പെല്ലറ്റ് എറിയുന്നേ പറഞ്ഞൂടെ? പെല്ലറ്റ് എറിഞ്ഞുള്ള മീൻ പിടുത്തോ? നേരത്തെ അവിടെ എറിഞ്ഞിട്ട് പോയതാണെന്നാണ് പറഞ്ഞത്. എത്രത്തോളം ഭാഗ്യമുണ്ട് നോക്കട്ടെ. ഇവിടെ കൂടുതൽ കരിമീനല്ലേ? അതിലുണ്ടല്ലോ സാധനം. അതിൽ മീൻ ഉണ്ടല്ലോ. എക്കരെ ബക്കറ്റ് എടുത്തോ? എന്തല്ലേ? ഒന്നുമില്ലേ? ആ കിട്ടി. ഒന്നുണ്ട്. കൊണ്ടുപോരി. ഏതെന്നാ ഇവിടെ നല്ല ഇടുന്നേ? മോളല്ല ഇടുന്നേ? അയ്യോ, ഒരു സാധനം ഉണ്ട്. എങ്ങനെ കിട്ടി? അയരണക്കേട് മാറി. ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ രണ്ടാളും നല്ല കോമ്പോവാണെന്ന്. മീനെടുത്താളെ പടച്ചു കളിക്കുന്നു. കരിമീൻ എറിഞ്ഞു കഴിഞ്ഞാല് അവിടെ വെക്കണം കുറച്ചേരം തല. എന്നിട്ട് ആവശ്യമില്ല. അങ്ങനെ പെല്ലറ്റ് വല്ല ആദ്യം എറിഞ്ഞിട്ടതാണ്. ആടുന്നോൽക്ക് രണ്ടാമത് മെല്ലെ പോയി എറിഞ്ഞു. അപ്പോൾ കരിമീൻ പിന്നെ ചെറിയ 2-3 മീനെ കിട്ടിക്കുന്നത്. എറക്കേടാണെങ്കിലും ചാരും അടിയിലുള്ള കോമ്പോ റെഡി ആയില്ലെങ്കിൽ കൂടിയിട്ട് അളിയനല്ല കുഞ്ഞുവെ മീൻ കിട്ടിക്കുന്നത്. ഇനി പെല്ലറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചാണ് ഞാൻ. രണ്ടാമത് ഒന്നുകൂടി അറിയാൻ വേണ്ടിയിട്ട്
ഈ മീൻ പിടിക്കാൻ വേണ്ടി ഞാൻ വിലപ്പുറം എന്നൊക്കെ വന്നിക്കുന്നോ അന്നൊന്നും ഇവർക്ക് മീൻ കിട്ടില്ല. എന്താണ് ആ ഒരു ഐശ്വര്യക്കേട് എന്നുള്ളതൊക്കെ അറിയില്ല. എന്തായാലും വേഗം പോയി പെല്ലറ്റ് എടുത്തിട്ട് പോകാന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രയും ദൂരം ഞാൻ അവിടെ ഉണ്ടാവില്ലല്ലോ. പെല്ലറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ പെല്ലറ്റ് എടുത്തിട്ട് തിരിച്ചാട്ടന്നെ പോകണം. എന്തായാലും അരിക്കിലെ പെല്ലറ്റൊക്കെ എടുത്ത് വാങ്ങിക്കൊണ്ടു നിൽക്കുന്നില്ലേ. അത്യാവശ്യം നല്ലൊരു വേട്ടക്കുള്ള പരിപാടി തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും പെല്ലറ്റ് അവിടെ കൊണ്ടുപോയി കൊടുക്കാം. നല്ല സ്മെല്ല്, എറിയാൻ തോന്നില്ല, കണ്ടിട്ട് തിന്നാൻ തോന്നില്ല. പണ്ടത്തെ ലോലിപ്പോപ്പ് മുട്ടായിനൊക്കെ സ്മെല്ലുണ്ട്. അതപ്പോൾ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ആട്ടുന്നോർത്ത് പോയിട്ടുണ്ടെങ്കിൽ കൊപ്ര ആട്ടിയിട്ട് കിട്ടുന്നൊരു സാധനമല്ലേ അതിൻ്റെ പറയല്, അതും നല്ല സ്മെല്ലാണ്. അതപ്പോൾ കണ്ട് സ്മെല്ല് അടിച്ചിട്ട് തിന്നാൻ തോന്നുക. എന്തായാലും കൊണ്ടുപോയി കൊടുക്കുന്നേ കിട്ടിക്കിട്ടില്ല. എന്തായാലും പെല്ലറ്റ് ദിസ് ഈസ് ദ പെല്ലറ്റ്. ആരെങ്കിലും തന്നെ മഴ പൊടിഞ്ഞപ്പോഴേ അപ്പോ മുറിയേന് കൈ നമ്മ കിട്ടിയ കരിമീൻ ഒരു മിനിറ്റ് സെറ്റായി. കൈ ഇരുന്നല്ലേ അതിനെ മുള്ള് ഇപ്പൊ കൊള്ളു കഴിയുമ്പോൾ മുള്ളുണ്ടാ മുറി പൈക്കൂലേ. കരിമീന് പിന്നെ കുറെ ചെറിയ ചെറിയ മീനുകൾ സെറ്റ്. അങ്ങനെ മൂന്നാമത്തെ ഏറ് അടുത്ത ഏറല്ലേ ഇത്, മൂന്നാമത്തെ അല്ലേ ഇത്. ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് ആണ് കയറിക്കുന്നത്. ഈ സ്ഥലം മൊത്തം വെള്ളം കയറിയിട്ട് എന്തോരം പ്ലാസ്റ്റിക് അല്ലേ ഇവിടെ ഉള്ളത്. ഫുൾ പ്ലാസ്റ്റിക്. ആടെ മുട്ടിയുണ്ടോ? ഫുൾ പ്ലാസ്റ്റിക് ആണ്. ഇതൊക്കെ വെള്ളം രണ്ടാമത് പുഴ നിറഞ്ഞ് ഇതിൻ്റെ മുകളിൽ മരത്തിൻ്റെ മുകളിൽ ഒരാളെ ഹൈറ്റിൻ്റെ മുകളിലൊക്കെ ഇവിടെ പ്ലാസ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ. മാലിന്യങ്ങൾ ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാർ വരുത്തി വെക്കുന്ന പരിപാടികളാണത്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള കളിയാണ് വെള്ളത്തിൽ. അതിൽ കുറേ കല്ലും പെറുക്കി വന്നിരിക്കുന്നത്. അതിലൊന്നുമില്ല. ഒന്നുണ്ടോ? പെല്ലറ്റ് എറിയാണ്. പെല്ലറ്റ് മീനെ പിടിക്കാനുള്ള പെല്ലറ്റ് എറിഞ്ഞോളി നിങ്ങള്. അത് തിന്നാനായിട്ട് വരല്ല ചെയ്യാ. അതിൽ എറിഞ്ഞ് പിടിക്കുക. അങ്ങനെ നമ്മൾ തമ്മനയിൽ ഇത് കൊടുക്കാം. പെല്ലറ്റ് എറിഞ്ഞ് മീൻ പിടുത്തോന്ന് അത് കൊടുത്തൂടെ. സീനല്ല. ഒരു പുഴയിലെ മരമാണത്. അതിന്മേൽ തൂങ്ങിക്കിടക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് ആണ് കേട്ടല്ലേ. ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ രസമുണ്ട്. ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. എന്തോരം പ്ലാസ്റ്റിക് ഉള്ളതാണ്. ഒരു വെള്ളം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാം ഒലിച്ചു വരുന്ന പ്ലാസ്റ്റിക് കാര്യങ്ങൾ മൊത്തം. ഇതൊക്കെ പീടിയെന്ന് പറഞ്ഞു പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓരോരുത്തർ വെള്ളത്തിൽ എറിഞ്ഞാൽന്നൊക്കെ അയ്യോ സാധനം കറങ്ങി തിരിഞ്ഞ് കടലിലെത്തും. എന്നിട്ട് ആടുന്ന എന്തെങ്കിലും മീനും കാര്യങ്ങളൊക്കെ തിന്നു. ആ മീനിനെ പിടിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. എന്നിട്ട് അതിനെ നമ്മൾ പിന്നെയും തിന്നു. നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ കിട്ടും. പിന്നെ വേറെ കീട്ടിലൊരു സാധനം കാണിച്ചാ തവളന്റെ ഫോസിൽ. ഒരു തവള മരിച്ച് ഉണങ്ങി ഇല്ലാണ്ടായി കിടക്കുന്ന ഒരു തവള ഇവിടെ. ദിസ് ഈസ് ദ ഫ്രോഗ്. ഇതൊരു തവളയാണ്. തവള 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 അതെന്താ കിട്ടിയെന്ന് പറഞ്ഞ കാണിച്ചിരി. ഏടാ മീനന്ന് പുല്ലും പറിച്ചു കൊണ്ടുപോകുന്നു. എറി നോക്കട്ടെ. ഈ ലിങ്ക കിട്ടുകയാ കിട്ടാൻ നോക്കട്ടെ. ആ വെള്ള സാധനമാണ് ഇതിന്റെ സിഗ്നൽ. അതിങ്ങനെ വലിച്ച് ശ്രദ്ധിച്ച് കൂർമ്മ ശക്തിയോട് കൂടി നിൽക്കുന്നുണ്ട്. കിട്ടാൻ നോക്കട്ടെ. അല്ലെങ്കിൽ ഒരു മീനെ വലിച്ച് കയറ്റണോ? അത് അഭിമാന പ്രശ്ന. കുഞ്ഞടുത്ത ചൂണ്ടൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കാല് കുത്തിയങ്ങ് മീൻ കിട്ടൂല. അതിന്റെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് ആ മൈദപ്പൊടി വാങ്ങാൻ വേണ്ടി എന്നെ സ്ലോ ആക്കിയാലുള്ള എനിക്ക് അറിയാം. ഞാൻ ആണെങ്കിൽ അപ്പുറത്തെ പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരാം. അന്നപ്പോ ചെലപ്പോ അങ്ങ് കിട്ടൂ. ചക്കരക്ക് ബാക്കിയിട്ട് നോക്കാം, കുഞ്ഞിനും ബാക്കിയിട്ട് നോക്കാം.
വേണ്ടിട്ട് വാ ഇതിന്റെ മുകളിൽ സെറ്റ് ആയിക്കോണ്ടോ ഒറ്റ വന്ന് ചെറുത് ഇവൻ ഞാൻ എറിഞ്ഞിങ്ങനെ കളിക്കുവാനാ എറിഞ്ഞ് ഞാൻ പിടിക്കൂ ഏറിയോണ്ട് അറ്റാക്കുന്നേ നീ ഇവനെ അറ്റായിക്കൊണ്ടാ അലക്കി ഏറുകൊണ്ടായാലും മതി ചേലക്കുന്ന കേട്ടാ 10 പിന്നെ വലിച്ചു കയറ്റുന്ന ഈ സാധനം ഇത് നമ്മളെ മറ്റേ എന്തല്ലത് ചെയ്ത്തച്ഛനല്ലേ സാധനം പോണേ ഇത് ഏതാ സാധനം വന്നപ്പോ തവളയോ ഇത് തവളയാണല്ലോ എന്നാ ഇതെന്താനോ എന്താ സാധനം അങ്ങനെ വേട്ടക്കാരൻ അങ്ങനെ രണ്ടാമത്തെ വേട്ടക്കാരൻ പോണ്ട് ഇതിൽ ആർക്കാ ഫസ്റ്റ് കിട്ടാൻ അറിയേണ്ടിയുണ്ട് ചക്കര പോയി എറിഞ്ഞിട്ട് കിട്ടുന്നേരം പറയട്ടോ ഇനി അങ്ങോട്ടാ പോണേ ഞാൻ പൊറാട്ട നീ ഇതുണ്ടാക്കാ എന്തായി പറയില്ല ഇനി നീന്റെ ആ തുള്ളി കളിക്കുന്ന വരുന്നത് നീന്റെ സൗണ്ടാ കേൾക്കുന്നത് തുള്ളി കളിക്കുന്നത് ഇതെന്താക്കാ മറ്റേ മൈദപ്പത്തിരി കൊണ്ട് മൈദേനെ കൊണ്ട് ഞാൻ കഴിക്കണോ ഇതെന്താക്ക പെല്ലറ്റിട്ട് പൊടിക്കേ പെല്ലറ്റിലിട്ട് കഴിഞ്ഞിട്ട് പൊടിച്ചിട്ട് ഇതൊക്കെ വെറൈറ്റി ആണല്ലോ ഇതൊക്കെ ഇനി ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത് ഇതൊക്കെ ഉള്ളതാണ് ഇരിക്കൂ എന്നിട്ട് എന്താക്കണ്ടേ മൈദപ്പൊടി ഇട്ടിട്ട് ഇല്ലേ എന്നിട്ട് മൈദപ്പൊടി ഇല്ലേ നമുക്ക് വെച്ചോനൊക്കെ ഉണ്ട് ഇതില് പൈനാപ്പിളിന്റെ എസൻസ് വയ്ക്കുമല്ലേ ഇദ്ദേഹത്തെ അത് മീൻ എന്താ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക സത്യം പറയും നിങ്ങൾ മീൻ ഞങ്ങൾ വളർത്താനുള്ള പരിപാടിയാണ് അവിടെ മീൻ പറയും നമുക്കുള്ള ഫുഡ് വരുന്നുണ്ട് മീൻതോ ചണ്ടിയൊക്കെ തിന്നേ ഇതുപോലെ കൽക്കുന്നുണ്ടെന്ന് പറയാൻ മീനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പോകും യവനെയും കുതിപ്പിച്ച് കടന്നു പറഞ്ഞാലാണ് അറിയാൻ കൊറേ നേരം നിന്ന് ചെതലായിരിക്കുന്നു ഒക്കെ കിട്ടിയോ എന്തോ കാണിക്കണ്ട് ഇനി ഇത് ഇതാക്കിയ കൊയ്ക്ക് നോക്കട്ടെ കുതിരാൻ വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മ കുതിരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആണെന്ന് സ്പോട്ട് വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കുന്നത് 1 മീറ്റർ കൂടി ഇപ്പുറത്തേക്ക് എന്താവോ എന്തോ മൈദ കൂടി അങ്ങനെയാണോ ഞാൻ റോസ്റ്റ് പോയി കൂടി വാങ്ങാനും കൂട്ടി പിടിച്ച എന്റെ മോനെ ജിമ്മ് പോണവർക്ക് കൂടി ഇത്ര നല്ല പ്രോട്ടീൻ കൂടി കിട്ടൂല ഇവിടെ തിന്നൂലെന്ന് അറിയുന്നേ അത് വെള്ളം നനയ്ക്ക കുറച്ച് നനച്ചോ മതിയോ ബംഗാളി പോറാട്ട അടിക്കുന്ന മാതിരി ഇത് പോറാട്ട അടിക്കുന്ന മാതിരി എല്ലാം കൂടി സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതാലേക്ക് ചിലപ്പോ ഇമെയിലാക്കി കളിയാ കിട്ടുക ഇമെയിൽ ഒന്ന് ചുരുട്ടി അറിഞ്ഞു നോക്കി അല്ലെ 4ാമത് എറിഞ്ഞ് ഇതല്ലേ അന്ന് നമ്മൾ ഫസ്റ്റ് പെല്ലറ്റ് കൂട്ടി ഉണ്ടാക്കിട്ടാണ് സാധനം കണ്ടീന് നമ്മൾ അന്ന് ആടെ പോയപ്പോ ഇതെല്ലാം കൂടി ഒരു ഉണ്ടായി കിട്ടും സെറ്റ് ആയിട്ട് കളർ മാറിയിട്ട് കാട്ടി നോക്കട്ടെ ഇരുപത് നാട്ടി സെറ്റ് ഈമയിലാണ് മീൻ പിടിക്കാൻ പോണത് പെല്ലറ്റ് സ്മെല്ല് നോക്കി കണ്ടിട്ട് തിന്നാൻ തോന്നുന്നു സ്മെല്ല് പൈനാപ്പിളിന്റെ എസൻസും കൂടി ചിന്തിച്ചു മീനൊക്കെ ചിക്കൻ ബിരിയാണി എസൻസ് കൂട്ടി അടിക്കാൻ ചക്കരാണോ എന്താണെന്ന് അറിയോ ഞാൻ ചൂണ്ടൽ വെള്ളത്തിൽ കയറിഞ്ഞ അന്നപ്പം മീൻ കിട്ടുന്ന ഷോല അറിയില്ലല്ലോ ഞാൻ ഒപ്പരുള്ളത് ഞാൻ മീനിന്റെ രക്ഷകനാ അവിടുത്തെ ഏറെ ചൂട് അറിയുന്നുണ്ട് ഓക്കെ ഇനി അത് വെയിറ്റ് ചെയ്യാൻ പറയുന്നത് അളിയാൻ പോയ മുഴുവൻ നടന്നിട്ടേക്കുന്നത് ഞാൻ ഈ സ്ഥലം നല്ലോണം കാണിച്ചു തരാം ഒരു നൈസ് സ്ഥലമാണ് മൊത്തത്തിൽ കായൽ ഇത് മുളങ്ങ് 2 ഭാഗത്തേക്ക് കൂടിയിട്ട്
മൊത്തത്തിൽ നല്ല റേഞ്ച് അടിപൊളി നല്ല രസമാണ്. ഈ ഈ പാറൻ്റെ ഈ എൻഡിൽ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ ഞാൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് മൊത്തത്തിൽ ഈ സ്ഥലത്താണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. നല്ല രസമല്ലേ മൊത്തത്തിൽ കാണാൻ. ആ എൻഡിൽ നിന്ന് ഇങ്ങനെ രണ്ടാൾ ചൂണ്ടില്ലുന്നത് പുഴ ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്. ആടെയുള്ള മരത്തിനുള്ള നിറച്ച് പ്ലാസ്റ്റിക് ഉണ്ട്. അതിലാണ് മീൻ കിട്ടുന്നില്ല. ഈ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ണോട് കാണുമ്പോഴുള്ളൊരു ഭംഗി ഈ മൊബൈലിലില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയ ഐഫോണോ അങ്ങനെ എന്തെങ്കിലും കണ്ടെങ്കിൽ അത് സെയിം ഭംഗി അങ്ങനെ തന്നെ ഒപ്പിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും ഒരു രസമുണ്ട്. കുഞ്ഞു കിട്ടിയോ? ഞാനെൻ്റെ മീൻ കിട്ടൂല, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആളിയെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം 5 മണി വരെ അളിയെ മീൻ കിട്ടിയില്ല. അവസാനം ആ ക്ഷീണം തീർക്കാൻ അളിയെ കുഞ്ഞുനെയും കൂട്ടി രാത്രി അവസാനം 12 മണിക്ക് ശേഷം പിന്നെയും പുഴയിൽ പോയി മീൻ പിടിച്ചതാണ്. അന്നപ്പോൾ എങ്ങനെയാണ് അളിയനെ മീൻ കിട്ടി. ഞാൻ ഈ പഞ്ചായത്ത് വിട്ടതിന് ശേഷം, അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഇവരെ നാട്ടിലേക്ക് ഒരു 15-16 കിലോമീറ്റർ ഉണ്ട്. വിളിച്ച് വരുത്തിയിട്ട് മീൻ കിട്ടാത്ത അവസ്ഥയാണിത്. നോക്കി എന്തെങ്കിലും കിട്ടുമോ? വീശുവലയിലാണ് മീൻ കിട്ടിയത്. ചൂണ്ടേമേൽ ആർക്കും ഇതിലെ കിട്ടിയില്ല. ചക്കരക്ക് കിട്ടിയില്ല, കുഞ്ഞിനും കിട്ടിയില്ല, അലിയനും കിട്ടിയില്ല. വലിയ കൊമ്പത്ത് പിത്തക്കാരാ തുരയിലാശാന്മാർക്കൊന്നും കിട്ടിയില്ല. എല്ലാറ്റും എൻ്റെ കയ്യിലാ തന്നു വിട്ടാളി. അതാ അനുഗ്രഹിച്ച് തരിക. ഇടിക്കുന്നത് അകരേ നടക്കുവോ? അല്ല ചൂണ്ടിലൊന്ന് ഞാൻ പിടിച്ചോക്കണോ? എന്താ അവസ്ഥ? ഓക്കെ, ഇനി നമ്മൾ പെല്ലറ്റ് ഇട്ട് ഇങ്ങനെയാണ് അറിയുന്നുണ്ട്. എറിഞ്ഞോക്കി നിങ്ങൾ എന്താ സ്ഥിതി നോക്കട്ടെ. ഈല് കിട്ടുമോ നോക്കാം. അയ്മലാണ് നെട്ട കുടുക്കിയിട്ടേക്കുന്നത്. നെട്ടല്ലേ പറയല്? ആ നെട്ട് തന്നെ, നെട്ടം പോയിട്ടല്ലേ. ബന്ധനാടി ഇരിക്കുന്നത് കുറേ കോൺസെൻട്രേഷൻ ചെയ്ത്. ചക്കര എൻ്റെ അടുത്ത് ഉണ്ടോ? നീ എന്താ ഉണ്ടോ? പെല്ലറ്റ ഉണ്ടോ? ക്ഷമ, മീൻ പിടിക്കാൻ ക്ഷമയാണ് വേണ്ടി. അവിടെയോ? ആ ഗ്യാപ്പില മീൻ ഉണ്ടാവും അറിയുന്നത്. നിങ്ങളൊക്കെ ക്ഷീണിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, ക്ഷീണം തീർക്കാന്. അങ്ങനെ അളിയൻ്റെ ചൂണ്ടലിൻ്റെ കയ്യിലെത്തിക്കുന്നത്. ചൂണ്ടലിൻ്റെ കയ്യിലുണ്ട്. മീമിലൊരു മീൻ കിട്ടിയാൽ അളിയൻ നീലങ്ങനെ കാട് കയറി ഓടുക. അളിയെ നേരെ താഴത്തേക്ക് അല്ലാതെ ചൂണ്ടലായിട്ട് ഇറങ്ങിക്കും. ആർക്കാ ഫസ്റ്റ് കിട്ടുന്ന നോക്കാം നമുക്ക്. കുഞ്ഞാൻ കിട്ടിയില്ലല്ലോ. കിട്ടരുതേ. ഫസ്റ്റിക്ക് കിട്ടിയാലോ? ഫസ്റ്റിക്കാണ് കിട്ടിയാലോ? അങ്ങനെ നമ്മൾ ബന്നും കഴിച്ചു. കിട്ടിയത് കൊണ്ട് പോവാണ്. പരിപാടി തീർന്നിരിക്കുന്നു. നമ്മൾ കിട്ടിയ മീൻ എന്നാ ഫസ്റ്റ് ഇയറിൽ കിട്ടിയ ഈ മീൻ തന്നെ ഉള്ളൂ. അത് തീർത്ത് നമ്മൾ പോവാണ്. നല്ല മഴ വരുന്നുണ്ട്. മൊത്തത്തിൽ സീനായിക്കൊണ്ടിരിക്കുകയാണ് പുഴ. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. അല്ലാണ്ട് മീൻ കിട്ടാനിട്ടല്ല, അത് പ്രത്യേകം മെൻഷൻ ചെയ്ത്. അതെന്താ പറയാൻ അറിയാ? എന്തൊക്കെയാ അത് പറയാ? എനിക്കോ കുഞ്ഞോ ബൈ.